ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയമുള്ളവരെ, നാം എല്ലാവരും വലിയ നോമ്പിൻ്റെ അനുഭവത്തിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. ഒരു നിമിഷത്തെ ചിന്തയ്ക്കായി യോശുവ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. അനന്തരം ജനം ആർപ്പിടുകയും പുരോഹിതന്മാർ കാഹളം ഊതുകയും ചെയ്തു. ജനം കാഹളനാദം കേട്ട് അത്യുച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ മതിൽ വീണു. ജനം ഓരോരുത്തൻ നേരെ മുൻപോട്ട് പട്ടണത്തിലേക്ക് കടന്ന് പട്ടണം പിടിച്ചു. വീണ്ടെടുപ്പിനായി അസാധാരണമായ രീതികൾ ഉപയോഗിക്കുന്ന അത്ഭുതകരവും മഹത്വമുള്ള ഒരു ദൈവത്തെയാണ് നാം എല്ലാവരും ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുന്നത്. നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റി നിർത്തുന്ന ചില തടസ്സങ്ങൾ നിർമൂലമാക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുടെ, കൃപയുടെ ആഴത്തിലുള്ള പ്രകടനമാണ് യെരിഹോയുടെ കഥയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു പക്ഷേ ഒട്ടും ലോജിക്കലല്ല എന്ന് തോന്നുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾ യെരിഹോയെ വളയുമ്പോൾ അവർ അവിശ്വസനീയമായ ഒരു അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. നഗരത്തിൻ്റെ കൂറ്റൻ മതിലുകൾ തകർന്നു പോകുന്നുണ്ട്. ഇതൊരു സൈനിക വിജയം മാത്രമല്ല, അനുസരണത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ദൈവത്തിൻ്റെ പരമ അധികാരത്തിൻ്റെയും ആത്മീയ പാഠമാണ്. ആയുധങ്ങളില്ലാതെ ഒരു കോട്ട കെട്ടിയ നഗരത്തിന് ചുറ്റും അവർ പ്രദക്ഷിണം നടത്തി. കീഴടക്കിൽ നിന്നുള്ള തന്ത്രമായ കാഹളം മുഴക്കി. മനുഷ്യൻ്റെ യുക്തിയെ വെല്ലുവിളിക്കുന്ന ഒരു യുദ്ധതന്ത്രം. പ്രിയമുള്ളവരെ, ഈ വിശ്വാസ പ്രവൃത്തിയിൽ മനുഷ്യൻ്റെ ധാരണയെ മറികടക്കുന്ന വിധത്തിൽ ദൈവം തൻ്റെ ശക്തി വെളിപ്പെടുത്തുന്നുണ്ട്. ദൈവത്തെ കൂടുതൽ ആഴത്തിൽ വിശ്വസിക്കുവാനും അവൻ്റെ ശക്തമായ ഭുജവീര്യത്തിന് കീഴ്പ്പെടുവാനും അനുസരിക്കുവാനും പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനും ഈ വലിയ നോമ്പ് നമ്മെ സന്നദ്ധമാക്കട്ടെ. നമുക്ക് നേരിടുന്ന മതിലുകൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ. അത് ഭയമാകാം, സംശയമാവാം, അല്ലെങ്കിൽ ചില പാപാസക്തികളാവാം, ചില തിന്മപ്പെട്ട കൂട്ടുകെട്ടുകളാവാം, പാപത്തിൻ്റെ തടസ്സങ്ങളോ ബന്ധനങ്ങളോ ആവാം. പ്രിയമുള്ളവരെ, ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന് ഒരു തടസ്സവും വളരെ വലുതല്ല, ഒരു തടസ്സവും വളരെ ശക്തവുമല്ല. ജീവിതത്തിലെ ഒരു പ്രതിസന്ധിയും നമ്മുടെ ദൈവത്തെക്കാൾ വലുതുമല്ല. പ്രിയരെ, ഈ വലിയ നോമ്പിൽ ദൈവത്തിൻ്റെ ഹിതത്തിനൊത്തുവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം, പരിശീലിപ്പിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.